കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ കൊന്നു കുഴിച്ചുമൂടിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് പുറത്തെടുത്തത്. പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതക ശേഷം വിജയലക്ഷ്മിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ജയചന്ദ്രൻ ഊരിമാറ്റിയിരുന്നു. എന്നാൽ സ്വർണം കവരാനുള്ള കൊലപാതകമായിരുന്നില്ലെന്നും മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് ലഭിക്കുന്ന വിവരം. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിവരം. സുഹൃത്തായ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് ഞായറാഴ്ചയാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിവന്ന ചോദ്യം ചെയ്യലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. ജയചന്ദ്രൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് കൊലപാതകം നടന്നത് എന്നതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. പുറത്തെടുക്കുമ്പോൾ അതിരൂക്ഷമായി ദുർഗന്ധം പരന്നിരുന്നതിനാൽ പരിസരത്തുണ്ടായിരുന്നവർ മൂക്കുപൊത്തിയിരുന്നു. മൃതദേഹം പൂർണ്ണമായി നഗ്നമായിരുന്നു. മുഖം അഴുകിയ നിലയിലായിരുന്നു. ത്വക്ക് വേർപെട്ട് തുടങ്ങിയായിരുന്നു. നവംബർ 6-നാണ് വിജയലക്ഷ്മി വീട്ടിൽ നിന്ന് പോയത്. കരൂരിലെ അമ്പലത്തിൽ ഉത്സവമായതിനാൽ വീട്ടിലും അയൽപ്പക്കത്തും ആളില്ലാത്തതിനാൽ ജയചന്ദ്രൻ വിജയലക്ഷ്മി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് കുഴിയെടുത്ത മൃതദേഹം ഒളിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരുന്നു. നവംബർ 7-ന് പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലെ കണ്ടെത്തൽ. ജയചന്ദ്രന്റെ സാന്നിധ്യത്തിൽ വിജയലക്ഷ്മി മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. കരൂരിലെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി. 3 ദിവസത്തിനു ശേഷം പ്രതി എറണാകുളത്തെത്തി. വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കണ്ണൂരിലേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ്സിൽ ഉപേക്ഷിച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സുഹൃത്താണ് അറസ്റ്റിലായ മത്സ്യത്തൊഴിലാളി ജയചന്ദ്രൻ. കരൂർ സ്വദേശിയായ ജയചന്ദ്രന്റെ വീട്ടിന്റെ സമീപത്തെ പറമ്പിൽ കുഴിച്ചുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചു. ഈ ഫോൺ കണ്ടക്ടർ കണ്ടെത്തി പോലീസിന് കൈമാറിയതാണ് കേസിൽ വഴിത്തിരിവായത്. വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഹാർബറിൽ ഒരുമിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സഹോദരി ഗീത പറഞ്ഞു. വിജയലക്ഷ്മി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് സമീപത്തുള്ളവരാണ് കാണാനില്ലെന്ന് ആദ്യം അറിയിച്ചത്. ജയചന്ദ്രന് കൊല്ലപ്പെട്ട സ്ത്രീയുമായി ബന്ധമുള്ളതായി അറിയാമെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിയും പറഞ്ഞു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും സുനി കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിനുള്ളിലെ ശുചിമുറിയിൽ സാരി എന്ന് സംശയിക്കുന്ന തുണി കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വിവാഹമോചിതയായ വിജയലക്ഷ്മി കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വിവാഹിതനാണ് ജയചന്ദ്രൻ. ഇടുക്കി സ്വദേശിയുമായി വിജയലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്നാൽ ഇരുവരും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല. ഇവർക്ക് 2 മക്കളുണ്ട്. അമ്പലപ്പുഴ സ്വദേശിയുമായ ജയചന്ദ്രനുമായി അടുത്ത സൗഹൃദത്തിലായിരുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് വിവരം. ഒരു സ്ത്രീയെ ഇവിടെ കണ്ടെന്ന ദൃക്സാക്ഷിയുടെ മൊഴിയും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്തെ ആളുകളാണ് ഇവർ 2 ദിവസമായി വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് പറയുന്നത്. പിന്നീടാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. വിജയലക്ഷ്മി തീർത്ഥാടനത്തിന് പോയതാണെന്നാണ് കരുതിയതെന്ന് സഹോദരൻ കൃഷ്ണസിംഗും പറഞ്ഞു. കൊല്ലപ്പെട്ടെന്ന വിവരം ഇന്ന് രാവിലെ പോലീസ് വിളിച്ചറിയിക്കുകയായിരുന്നുവെന്നും കൃഷ്ണസിംഗ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.